പ്രേക്ഷകരെയൊക്കെ ഞെട്ടിച്ചിനി പ്രഭാവതി സിദ്ധാർത്ഥനെതിരെ. അതേ പ്രേക്ഷകരെ നമ്മൾ കുറച്ചൊരു ദിവസങ്ങളായി കണ്ടുവരുന്നു. നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നു, "അയ്യോ! ആ രഹസ്യം പരസ്യമാക്കല്ലേ, അതാക്കല്ലേ, ഇതാക്കല്ലേ." പക്ഷേ പ്രഭാവതി അതൊന്നും കേട്ട ഭാവം നടിക്കാതെ അത് വക്കീലിനോടും പറയുന്നുണ്ട്. അത് ജനങ്ങൾ ഒട്ടാകെ പത്രസമ്മേളനത്തിലൂടെ സകലരെയും അറിയിക്കുന്നുണ്ട്. പോരാത്തതിന് മേരി തോമസിന്റെ അടുത്ത് വരെ പോയി പറയുന്നുണ്ട്, "നിങ്ങളുടെ മകളാണ് തനുജ" എന്നത്. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നത് ഒന്നും തന്നെ കേൾക്കാതെ പൂർണ്ണമായും സിദ്ധാർത്ഥനെതിരായി തന്നെ നമ്മുടെ പ്രഭാവതി പ്രവർത്തിക്കുകയാണ്. പക്ഷേ അതും എന്തിനു വേണ്ടി തന്നെയാണ് സിദ്ധാർത്ഥനെ ജയിലിൽ നിന്ന് മറക്കാനായിട്ട്. പ്രഭാവതി അത്രയ്ക്കും ആത്മാർത്ഥതയോടുകൂടി അത്രയ്ക്കും ധൈര്യപൂർവ്വം പ്രഭാവതി ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഓരോന്നും ചെയ്യുന്നത് കൊണ്ട് സിദ്ധാർത്ഥന്റെ വാക്ക് കേൾക്കാതെ ഓരോന്നും ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രോത്ത് കുടുംബം ഇപ്പോൾ ഒരുവിധം പിടിച്ചു നിൽക്കുന്നുണ്ട്. സിദ്ധാർത്ഥൻ കേട്ട് നിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ പലരുടെയും കൊല തന്നെ അവിടെ വന്നിട്ടുണ്ടാകും അല്ലെ. വേണമെങ്കിൽ നമ്മുടെ ദേവിയും നന്ദനൊക്കെ ഇവിടെ ആ ചന്ദ്രോത്ത് വീട്ടിൽ ഉണ്ടാകത്തേയില്ല. അവരൊക്കെ പണ്ടേ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ സിദ്ധാർത്ഥൻ പറഞ്ഞതുപോലെ ഒന്നും മിണ്ടാതെ വായും പൂട്ടി ഇരിക്കാനായിരുന്നു നമ്മുടെ പ്രഭാവതിയുടെ തീരുമാനമെങ്കിൽ. പക്ഷേ ആ ഒരു ധൈര്യപൂർവ്വം, ആ ഒരു ബുദ്ധിപൂർവ്വം നമ്മുടെ പ്രഭാവതി നീങ്ങിയത് കൊണ്ട് തന്നെ, നമ്മുടെ സിദ്ധാർത്ഥനെതിരെ നീങ്ങിയത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആ ചന്ദ്രോത്ത് കുടുംബം പടിപടിയായിട്ട് ഇങ്ങനെ വിജയിച്ചു വരികയാണ്. അപ്പം ഇനി എന്തായാലും ഇതിന്റെ ഒടുവില് സിദ്ധാർത്ഥൻ ജയിലിൽ നിന്നും ഇറങ്ങുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കട്ടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പം എന്തായാലും നമ്മുടെ പ്രഭാവതിക്കാണ് ഇപ്പോൾ നമ്മുടെ സുഗമോ ദേവിയിൽ ഫുൾ ക്രെഡിറ്റും കൊടുക്കേണ്ടത് അല്ലേ പ്രേക്ഷകരെ? നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ? എന്തായാലും കാത്തിരുന്നതിനെ കാണാം കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.